ഏതൊരു ബിസിനസ് നമ്മൾ കേൾക്കുമ്പോഴും പല ആളുകളും ക്രിപ്റ്റോയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു ചോദിക്കുന്നവരുടെ മുന്നിൽ ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് എന്നില്ല, ഏതൊരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിലും ഡീസെൻട്രലൈസ്ഡ് ആണ്, ബ്ലോക്ക് ചെയിൻ ആണ്, സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസോട് കൂടിയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ഇത് വെരിഫൈ ചെയ്തിട്ട് ഇതിന്റെ ബ്ലോക്ക് ചെയിൻ വെരിഫൈ ചെയ്യാം, ഇത് ഡീസെൻട്രലൈസ്ഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം, ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈ ചെയ്യാം. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്ന് മാർക്കറ്റില് ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളോ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് പോലും വെല്ലുവിളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്പർ 1 ഇൻഡസ്ട്രി ആയിട്ട് ഈ ഒരു കോയിൻ ഫോർജ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റിൽ അത്രയും ബൂമിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഒരു നെഗറ്റീവ് പോലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിയും വിവേകവും വിവേചനവും നമ്മുടെ കയ്യിൽ ഡിവൈസും ഇന്ന് നമുക്കറിയപ്പെടുന്ന ഒരു എന്താ പറയാ, എന്ത് ചോദിച്ചാലും അതിന് മറുപടി തരാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്രയും ഇന്റർനെറ്റ് വളർന്നിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തരാം, ഇതിന്റെ ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറയാന്നുള്ളത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി. തീരുമാനം നിങ്ങളുടേതാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ പ്രസന്റേഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, ഇതിന്റെ പേര് കോയിൻ ഫോർജ് എന്നാണ്. ഈ കോയിൻ ഫോർജിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ട്, ഒരുപാടൊന്നും സമയം നിങ്ങളുടേത് ഞാൻ എടുക്കുന്നില്ല. ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് ഈ ഒരു പ്ലാൻ എന്താണ്, ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ എന്താണ്, ഇതിന്റെ പ്രൊജക്ട് എന്താണ്, ഇത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഇതാണല്ലേ നമുക്ക് ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അതിന്റെ ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും അത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതുമാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ ഈ സംഭവങ്ങളാണ് ഈ ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങള് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേനയും പേപ്പറും ആയിട്ട് ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ഈ ഒരു സൂം വൈൻഡപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ ക്ലാരിറ്റി നിങ്ങൾ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് ചെയ്യുക. അപ്പം ഈ ഒരു 20 മിനിറ്റ് സമയം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുക. ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ കോയിൻ ഫോർജ് എന്നാണ് നമ്മുടെ പ്രൊജക്ടിന്റെ പേര്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അല്ലെങ്കിൽ പല പ്രൊജക്റ്റിലൂടെ ആയിട്ടും ട്രേഡിങ്ങിലൂടെ ആയിട്ടും മൈനിങ്ങിലൂടെ ആയിട്ടും നമുക്ക് മാർക്കറ്റിലേക്ക് ക്രിപ്റ്റോകൾ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രൊജക്റ്റിലൂടെ ടോക്കൺസുകളായിട്ട് മാർക്കറ്റിലേക്ക് ക്രിപ്റ്റോ ഇറക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. എല്ലാവരും എന്താ പറയാ, നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ശ്രദ്ധിക്കണം കേട്ടോ, ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അല്ലെ. നമ്മൾ ചെറുതായിട്ട് ഒരു പെട്ടിക്കട സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ഒരു ചെറിയൊരു കട സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് മുടക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 2 lakh above ആണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കച്ചവടം നടന്ന് നമ്മൾ അവിടെ ഉണ്ടായി നമ്മൾ അവിടുന്ന് സാധനങ്ങൾ സെല് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അത് എല്ലാ രീതിയിലും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ.
നമ്മള് ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മളൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, ഒരു സർവീസ് കൂടിയാണ് ഈ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ പല ആളുകളും ഇതിനെ ആളെ ചേർക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിച്ചാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടിംഗ് കോസ്റ്റിൽ ഏറ്റവും വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പം ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക, മാക്സിമം ഇവിടെ നമ്മൾ ഇത് പ്രൊമോഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് അല്ലെ, ഇതൊരു ഗ്ലോബലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇതിൽ USDT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് തന്നെ ലോകത്ത് എവിടെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ്. അതുപോലെ USDT-യിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ, ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ബിസിനസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെ, ഇതൊരു ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. ഒരു മാൻ പവർ ഇല്ലാണ്ട് ഈ ഒരു എക്കോ സിസ്റ്റം റൺ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇന്റർനെറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ. ഒരു ദിവസം നമ്മൾ റീചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ റീചാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇനി ഒരു അവസാനം ഈ ഒരു ലോകത്തുനിന്ന് ഇനി അതൊരു തുടച്ചു നീക്കൽ ഉണ്ടാവില്ല. അപ്പൊ അത് ഈ എത്ര കാലത്തോളം ഈ ലോകത്തുണ്ടോ അത്രയും കാലം ഈ ഒരു ബിസിനസ് റൺ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. അപ്പം ഏതൊരാൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് ആളുകളെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വിഷനോട് കൂടിയിട്ടാണ് ഈ ഒരു കോയിൻഫോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇനി ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് പല ആളുകൾക്കും സംശയമുണ്ട്, എന്താണ് ക്രിപ്റ്റോ. ചില ആളുകൾ നേരത്തെ ഇപ്പൊ കേൾക്കാത്ത ആളുകൾ വിരളായിരിക്കും, കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്ന് ക്രിപ്റ്റോ എന്താണെന്നുള്ളത് അറിയാം, ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് അറിയാം. കാരണം ഒരുപാട് ക്രിപ്റ്റോകൾ, ബിറ്റ് കോയിനൊക്കെ നമ്മൾ ഒരുപാട് അതിന്റെ വില ഇടിഞ്ഞു, വില കൂടി, അല്ലെങ്കിൽ റെക്കോർഡ് വില എത്തി എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാ അല്ലെ. അപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് ഇനി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇന്ന് ഡിജിറ്റൽ കറൻസി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ക്രിപ്റ്റോയുടെ കാലഘട്ടമാണ്. വൺ വേൾഡ് വൺ കറൻസി എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ബിറ്റ് കോയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2007 ബിറ്റ് കോയിൻ വരുന്ന സമയത്ത് അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള അറിയാണ്ട്, എങ്ങനെ അത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ആളുകൾക്ക് റിവാർഡായി കൊടുത്തിട്ട് ഒരുപാട് ആളുകളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമുക്കത് വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായ ഒരാൾക്ക് പറ്റാത്ത രീതിയിലേക്ക് അതിന്റെ വളർച്ച എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകം ക്രിപ്റ്റോയുടെ കൂടെയാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇന്ന് 70 ലക്ഷത്തിലപ്പുറമാണ് ഒരു പിന്നെ ബിറ്റ് കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 100 രൂപയുള്ള സമയത്തും 200 രൂപയുള്ള സമയത്തും 5000 രൂപയുള്ള സമയത്തും നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതിന്റെ പേരിലോ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതിന്റെ പേരിലോ നമുക്കൊന്നും വാങ്ങി വെക്കാൻ പറ്റില്ല. അത് ഒരുപാട് കാലം മുന്നേ ഒന്നുമല്ല, ഒരു 10-15 വർഷം മുമ്പാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്ന് വിചാരിക്കുന്ന ഗോൾഡിനേക്കാളും 100 ഇരട്ടി പിന്നെ ഇതിലാണ് ബിറ്റ് കോയിന് വളർന്ന് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ അറിയാത്തൊരു നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ സിൽവർ, ഗോൾഡ്, ലാൻഡ്, ഇതൊക്കെയാണ് നമ്മൾ അറിയുന്ന ഇൻവെസ്റ്റ്മെന്റ് മേഖല എന്ന് പറയുന്നത്. അതിനേക്കാളും 100 ഇരട്ടി വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കറൻസി ആണ് ഇനി വരാൻ പോകുന്ന. ട്രാൻസാക്ഷൻ ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് ഡയറക്റ്റ് ടു ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന, വാലറ്റ് ടു വാലറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇതിന് ലോകത്തിന്റെ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരേ വാല്യൂ, ഒരേ രീതിയിൽ നമുക്ക് എവിടെ ഉണ്ടെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാനും സെല് ചെയ്ത് വെക്കാനും ബൈ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു ക്രിപ്റ്റോ കൂടിയാണ്. അത്രയും ട്രാൻസ്പെറൻസിയാണ് ക്രിപ്റ്റോയ്ക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്, ഇത് ബ്ലോക്ക് ചെയിൻ മെത്തേഡിലാണ് റൺ ചെയ്യുന്നത് അല്ലെ. ബ്ലോക്ക് ചെയിൻ മെത്തേഡിൽ റൺ ചെയ്യുന്ന ഏതൊരു
മേഖലയാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് 100% 100 ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു ഡാറ്റയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റൂല. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു എന്താ പറയാ, അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ അവിടെ എൻട്രി ചെയ്യുന്ന ഒരു ഇന്റർനെറ്റിലൂടെ നമ്മൾ റൺ ചെയ്യുന്ന അതിന്റെ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് 100% സേഫ് ആൻഡ് സെക്യൂർ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ 20 മിനിറ്റ് സമയം കൊണ്ട് എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് ഇന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, പല ബ്ലോക്ക് ചെയിൻ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പോലും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുണ്ട്. അപ്പം അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിലൂടെ റൺ ചെയ്യുന്ന ഒരു ഇതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇവിടെ ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അവിടെ പേയ്മെന്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വരുമാനം കിട്ടാൻ. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 പൈസയും മുടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരാളുടെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ചിട്ട് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായും, പക്ഷെ ഇതിലുള്ള സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വരുമാനം കിട്ടുന്നതും നമ്മൾക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ആക്സസ് കിട്ടുന്നതും. ഓക്കെ, ഇവിടെയും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറാണ് ഈ ഒരു രണ്ട് വാലറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ആണ് ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്നത്, അല്ലെ. നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്തതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിരുന്നു. സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ബിസിനസിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ ഒരു 6 ലക്ഷം രൂപയുടെ ബിസിനസ് നമ്മൾ നടത്തി കഴിഞ്ഞാല് 30,000 മുതൽ 60,000 രൂപ വരെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, 6 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 to 60,000 വരെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു സെൻട്രലൈസ്ഡ് കമ്പനിയുടെ കീഴിലായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നത്. കാരണം അവരുടെ പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് സെല്ല് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് അത്ര അവർക്ക് തരാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റും ആ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റും അതും അതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതൊക്കെ അവരെടുത്തിട്ടാണ് അതിന് വരുന്ന ഒരു എക്സ്ട്രാ നമ്മൾ സെല്ല് ചെയ്യുന്നതിന്റെ മാത്രം ഒരു കമ്മീഷൻ മാത്രമാണ് നമുക്ക് ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു സാധനം വാങ്ങിച്ചത് സ്റ്റോക്ക് അതിനൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അത് സെല്ല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന തുച്ഛമായ ഒരു ഇതാണല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിലും നമുക്ക് അതിന് ഒരുപാട് ഇല്ലേ, അതിന്റെ ആ ഒരു എന്താ പറയാ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മുടക്കണം. അപ്പോ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി നമ്മളെ കൺട്രോൾ ചെയ്യാനോ, നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഫുൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമാണ്. കാരണം ഇതിനൊരു ഡെവലപ്പർ മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഒരു ഡെവലപ്പർക്ക് പോലും ഇത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനോ എനിക്ക് കിട്ടുന്ന വരുമാനം തടഞ്ഞു വെക്കാനോ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന വരുമാനം തടഞ്ഞു വെക്കാൻ എനിക്കോ അതിന്റെ ഡെവലപ്പർക്കോ പറ്റൂല. കാരണം ഇത് റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. ബ്ലോക്ക് ചെയിനിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു ഡാറ്റയും ഒരാൾക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതിന്റെ ലൈഫ് ലോങ് അത് അങ്ങനെ തന്നെ പോവുള്ളൂ. ഓക്കെ, ലൈഫ് ലോങ് അങ്ങനെ തന്നെ പോളൂ. അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തൂല. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല, പല ഇതിലും നമുക്ക് മനസ്സിലാക്കാം ഇത് ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു, പിന്നെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോ ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയിനിലായതുകൊണ്ട് തന്നെ എന്താണോ ഇപ്പൊ ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിസിനസ്
റൺ ചെയ്യുള്ളൂ. പിന്നെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരും. പക്ഷെ ഉള്ള പ്രൊജക്റ്റുകൾ ഇതുപോലെ തന്നെയാണ് റൺ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, എന്താണ് ബിസിനസ്, എങ്ങനെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി എന്താണ് ഈ ഒരു ബിസിനസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗം വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റിലെ പ്രൊജക്ട് എന്ന് പറയുന്നത്, ഫസ്റ്റിലെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർജ് റേസ് ആണ്. ഈ ഫോർജ് റേസിൽ നമുക്ക് 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണുള്ളത്. 6 സ്മാർട്ട് കോൺട്രാക്റ്റിനും 6 വാല്യൂ ആണുള്ളത്. ഞാൻ പറഞ്ഞു, ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബിസിനസ് അതിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ $50, $100, $150, $200, $250, $300 ഉള്ള ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, 6 സ്മാർട്ട് കോൺട്രാക്ട്, ഇതിൽ ഏതും എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഈ ഡോളർ മുടക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഡോളർ ആക്സസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 40% റഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 40% റഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. 8% 5 പേരിലേക്ക് ലെവൽ ഇൻകം കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ നിന്ന് ഗ്ലോബൽ ഷെയർ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്, ഒരു റഫറൽ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ റഫറൽ ചെയ്യുന്ന സമയത്തുമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റഫറൽസ് പുതുതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു 100% എക്സിക്യൂട്ട് ചെയ്യുന്നത് 40% റഫറൽ ഇൻകമായിട്ടും 40% ലെവൽ ഇൻകമായിട്ടും 20% റോയൽറ്റി അഥവാ ഫിക്സ് പ്രൊഡക്റ്റ് ഫണ്ടുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ 100% എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ്, അല്ലെ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ്. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് ഈ 100% എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർജ് റിവോൾവ് ആണ്. ഫോർജ് റിവോൾവിന്റെ ഒരു പ്രത്യേകത, നേരത്തെ പറഞ്ഞത് 6 സ്മാർട്ട് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 8 സ്മാർട്ട് കോൺട്രാക്ട് ആണ് പർച്ചേസ് ചെയ്യാനുള്ളത്. 8 സ്മാർട്ട് കോൺട്രാക്ട് ആണ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഏത് സാധാരണക്കാർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. $15 സ്റ്റാർട്ട് ചെയ്യുന്നത്. $15 ബിസിനസ് 25-ന്റെയും 50-ന്റെയും 100-ന്റെയും 200-ന്റെയും 400-ന്റെയും 800-ന്റെയും 1500-ന്റെയും സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് റഫറൽ ഇൻകം കിട്ടുന്നുണ്ട്, ലെവൽ ഇൻകം കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് റോയൽറ്റി എന്ന് പറയുന്ന ഒരു ഏർണിങ്സും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫോർജ് റേസിൽ റഫറൽ ഇൻകും ലെവൽ ഇൻകും ഗ്ലോബൽ ഇൻകും കിട്ടുന്നുണ്ട്. നമുക്ക് ഫോർജ് റിവോൾവിൽ നമുക്ക് റഫറൽ ഇൻകും ലെവൽ ഇൻകും കിട്ടുന്നുണ്ട്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് $15 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ചെറുതായി കാണണ്ട. കാരണം ഏത് ഒരാൾക്കും ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷെ നിങ്ങളുടെ വളർച്ച എത്ര പെട്ടെന്നാക്കണോ അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ ചിന്തിക്ക, ഒരൊറ്റ എക്സാമ്പിൾ മാത്രമേ പറയാനുള്ളൂ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ സ്റ്റോക്ക് ഇറക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു 1 lakhന്റെ സ്റ്റോക്ക് അവിടെ ഇറക്കിയിട്ടുള്ളൂ, ആ 1 lakhന്റെ കച്ചവടം അവിടെ നടക്കുള്ളൂ. നമ്മൾ അവിടെ ഒരു 10 lakhോ 15 lakhോ സ്റ്റോക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതുകൂടെ സെല് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന മാർജിനിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അത് തന്നെ ഇവിടെ പറയാനുള്ളൂ. നിങ്ങൾ ചെറുതിൽ സ്റ്റാർട്ട് ചെയ്താൽ ചെറിയ രീതിയിലുള്ള വരുമാനത്തിൽ നിങ്ങൾക്ക് തുടങ്ങാം. വലിയതിൽ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ രീതിയിലുള്ള വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താം. 1500 ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1500 രൂപക്ക് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 1200 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. ഇനി 3 ലക്ഷം, ഏറ്റവും ഇവിടെ മാക്സിമം നമുക്ക് മുടക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഫോർജ് റേസും ഫോർജ് റിവോൾവും കൂടെ 4 lakh ആണ്. ഇനി ഫോർജ് റിവോൾവിൽ 3 lakh മുടക്കിയിട്ട് നമ്മൾ 8 സ്മാർട്ട് കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു റഫറൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ 2 lakh നമുക്ക് വരുമാനമാണ്. അപ്പം 1500-ന്റെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 1200 വരുമാനം, 3 ലക്ഷത്തിന്റെ ബിസിനസ് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരുമാനം. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏത് രീതിയിൽ ബിസിനസ്സിന് എടുക്കുന്നു ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ് വരുമാനം തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ടോക്കൺ ആണ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇതൊരു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ആണ്. ക്രിപ്റ്റോ ടോക്കൺ ആണ് ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്തും അതിനനുസരിച്ചിട്ടുള്ള ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോർജ് റേസിൽ നമ്മൾ കൊടുക്കുന്ന USDT അനുസരിച്ച് വർത്തായിട്ടുള്ള ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫോർജ് റിവോൾവിൽ നമുക്ക് 50% ടോക്കൺ ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് 75% ടോക്കണും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര റെഫർ ചെയ്ത് കഴിഞ്ഞാലും ആ 75% നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മാക്സിമം 8 സ്മാർട്ട് കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ $3090 മുടക്കുകയാണെന്നുണ്ടെങ്കിൽ 1545 ടോക്കണെ നമുക്ക് അവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനേക്കാൾ ടോക്കൺ നമുക്ക് കളക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് ചെയ്യുക. ആ റെഫറൻസ് ചെയ്യുന്നതിന്റെ കൂടെ അവരെടുക്കുന്ന സ്മാർട്ട് കോൺട്രാക്ടിന്റെ 75% ടോക്കണും കിട്ടുന്നുണ്ട്. അവരെടുക്കുന്ന ബിസിനസിന്റെ 80% പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. 2 ബെനിഫിറ്റുകളാണ് നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ടോക്കൺ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മാക്സിമം ചെയ്യാനുള്ളത്. ഇവിടെ ഈ ഒരു 8 സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിനെ 2 കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2 രീതിയിൽ, ഒന്ന് ടെർമിനൽ 3, ഒന്ന് ടെർമിനൽ 14. എന്താ ടെർമിനൽ 3ന്റെ പ്രത്യേകത? ടെർമിനൽ 3 എന്ന് പറയുന്ന കോൺട്രാക്റ്റുകൾ 1, 4, 5, 8 എന്ന് പറഞ്ഞാൽ $15, $100, $200, $1500 ഫസ്റ്റ് റോയിൽ കിടക്കുന്നതാണ് നമ്മള് ടെർമിനൽ 3 കോൺട്രാക്റ്റുകൾ. അവിടെ നമുക്ക് വരുമാനം കിട്ടുന്നത് 80% റെഫറൽ ഇൻകം ആണ്. ബാക്കി 20% പോകുന്നത് പ്രൊഡക്റ്റിലേക്ക്, റോയൽറ്റിയിലേക്കുമാണ്. അതും തിരിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ സ്പ്രെഡ് ആണ്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇവിടെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടെർമിനൽ 3യും ടെർമിനൽ 14ഉം ആണ്. ടെർമിനൽ 3 എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 80% ആണ്. 2 റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80% കിട്ടുന്നു. 3ാമത്തെ റെഫറൽ വരുന്ന സമയത്ത് അത് റീസൈക്ലിംഗ് ആയിട്ട് നമ്മൾ ആരാണോ സ്പോൺസർ ചെയ്തിട്ടുള്ള അയാൾക്ക് വരുമാനം കിട്ടും. വീണ്ടും റീഫ്രഷ് ആയിട്ട് സെയിം ഓർബിറ്റ് തന്നെ വീണ്ടും റീഫ്രഷ് ആയിട്ട് വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെർമിനൽ 14ലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെർമിനൽ 3യിൽ നമുക്ക് ഒറ്റ ലെവലിൽ നിന്നാണ് വരുമാനമെങ്കിൽ ടെർമിനൽ 14ൽ നമുക്ക് 3 ലെവലിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. നമ്മുടെ 3 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനമുണ്ട്. ഫസ്റ്റ് ലെവലിൽ നിന്ന് 20% ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡും തേർഡും ലെവലിൽ നിന്ന് 10% വീതം വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ റെഫറൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് 30% ആണ്. അത് 14 ഡോട്ട് വരെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ടെർമിനൽ 40 എന്ന് പറയുന്നത്. രണ്ടിനും 2 പ്രത്യേകതയാണ് ഉള്ളത്. 2 രീതിയിലാണ് വരുമാനം വരുന്നത് എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ റോയൽറ്റി അല്ലെ. റോയൽറ്റി ഞാൻ പറഞ്ഞു, ഇതിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉള്ള ഓരോ റോഡ് മാപ്പും ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ആ ഓൺ സ്പോട്ടിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫോർജ് റേസ് ലോഞ്ച് ആയി, അത് കഴിഞ്ഞ് ഫോർജ് റിവോൾവ് ലോഞ്ച് ആയി, അത് കഴിഞ്ഞ് റോയൽറ്റി ലോഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതാത് സമയത്ത് കാര്യങ്ങൾ നടക്കും. അപ്പം ഇവിടെ നെക്സ്റ്റ് റോയൽറ്റി എന്ന് പറയുന്നത് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ റോയൽറ്റി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ ഫുൾ സ്ലോട്ട് എടുക്കുക. 8 സ്മാർട്ട് കോൺട്രാക്ട്, ഫോർജ് റേസിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റും ഫോർജ് റിവോൾവിൽ 8 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി ഒരു റോയൽറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജെനിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6 സ്മാർട്ട് കോൺട്രാക്ട് റേസിലും റിവോൾവിൽ 8 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മൊത്തം 4 lakh ആണ് നമുക്ക് അതിനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 1 ടൈം കോസ്റ്റ് ആണ് കേട്ടോ. 1 ടൈം കോസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് റിന്യൂ ചെയ്യണ്ട, നമുക്ക് വീണ്ടും ഇതാക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒറ്റ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്, അത് ലൈഫ് ലോങ്ങിലേക്ക്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു ജെനിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മുഴുവൻ സ്മാർട്ട് കോൺട്രാക്റ്റുകളും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു 20% പയനീർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വന്നിട്ടുള്ള ഒരു 5 പേരെ കൊണ്ട്, ഞാൻ എന്റെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 5 പേരെ ജെനിസിസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20% റോയൽറ്റി ആയിട്ട് ഡെയിലി പിന്നെ മന്ത്ലി 1ാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ
നമ്മളെ ഒരു മാസത്തിൽ ഫസ്റ്റ് ഡേ തുടങ്ങുന്ന സമയത്ത് തന്നെ 12 മണിക്ക് ശേഷം തന്നെ നമ്മൾ റോയൽറ്റി ക്രെഡിറ്റ് ആവും. അതൊരു സാലറി പോലെ നമുക്ക് ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കൊരു സാലറി പോലെ ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ 20% റേസിൽ നിന്നും റിവോൾവിൽ നിന്നും മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് റോയൽറ്റി ആയിട്ട് തരുന്നത്. അപ്പൊ അത് നമുക്ക് ലൈഫ് ലോങ് ഒരു സാലറി പോലെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 5 പേരെ നമ്മൾ ജെനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മതി. ഇനി അവർക്ക് 20% റോയൽറ്റി നമ്മൾ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30% റോയൽറ്റിക്ക് നമ്മൾ എലിജിബിൾ ആവും. നമ്മൾ വിഷണറി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അവര് വിഷണറി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് നമ്മൾ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. 50% ആണ് നമുക്ക് റോയൽറ്റി കിട്ടുന്നത്. ഓക്കെ, ഇത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും ആദ്യത്തിൽ കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു പാസീവ് ഇൻകം ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ഒരു ബെനിഫിറ്റുകൾ ഒരു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് പാസീവ് ഇൻകം ആണ്. ഞാൻ പറഞ്ഞില്ല, റോയൽറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വരുമാനം വരിക എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അല്ലെ, റോയൽറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ലെവൽ ഇൻകം എന്ന് പറയുന്നതും നമ്മുടെ ടീം വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു റിസ്ക് ഇല്ല. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസ്ക് തോന്നിയിട്ടുണ്ടോ? ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും. അവർക്കറിയാം അവരെടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടോ എന്നുള്ളത്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് ആയിക്കോട്ടെ, അവര് കൊടുക്കുന്ന 24 മണിക്കൂറിൽ 8ഉം 9ഉം 10ഉം 12 മണിക്കൂർ അവരുടെ ടൈമും അവരുടെ സ്കില്ലും കൊടുത്തിട്ടാണ് അവർ സാലറി വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റിസ്ക് ഇല്ല. ഇവിടെ എന്താ പറയാ, ഇവിടുത്തെ സ്മാർട്ട് കോൺട്രാക്ടിനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് 100% നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ഈ ഒരു ഓരോ ഇതും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന ഒരു അത് ഇതിന്റെ വേറൊരു പ്രത്യേകത കൂടി അതാണ് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന ഒരു സിസ്റ്റം ആണ്. നിങ്ങൾ ഇവിടെ ഒരു വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ രാത്രി 1 മണിക്കാണ് നിങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്യണത്, നേരം വിളിക്കുന്നവരെ കാത്തു നിൽക്കണ്ട. ഇവിടെ ഒരു മാൻ പവർ ഇതില്ലാത്തത് കൊണ്ട് തന്നെ, ഇവിടെ ഫുൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 24/7 നമുക്ക് എപ്പോഴാണോ നമ്മൾ ബിസിനസ് ക്ലോസ് ആകുന്ന ആ സ്പോട്ടിൽ നമുക്ക് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് വരുമാനം ക്രെഡിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോ നമ്മുടെ പിന്നെ ലീഡർ പോലും അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ പോലും അറിയൂല നമ്മളെ ബിസിനസ് ക്ലോസ് ആവുന്നത് നമുക്ക് വരുമാനം കിട്ടുന്നത്. നമ്മൾ നമ്മുടെ വാലറ്റിൽ നമ്മുടെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ച് അവർക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവർ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് വരുമാനം കയറുന്നുണ്ട്. അവിടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോ ഈ ഒരു ബിസിനസിന്റെ കോമ്പൻസേഷൻ പ്ലാനുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഈ ബിസിനസിന്റെ സെക്യൂരിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവാം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു Web3 വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങളുടെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ച്, നിങ്ങളുടെ സ്പോൺസറുടെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തുക. അങ്ങനെ ഇതിന്റെ ഈ ഒരു സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. USDT പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ അത് ഓരോന്നായിട്ട് ആക്ടിവേഷൻ ചെയ്യുക. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ടോക്കൺ കളക്ട് ചെയ്യുക. ഈ ടോക്കൺ മറ്റൊരാൾക്ക് പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും നമുക്ക് കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ ആണ്. എനിക്ക് ഇവിടെ നിന്ന് മാക്സിമം വാങ്ങാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1500 ഫോർജ് റിവോൾവിലാണെങ്കിൽ 1545 ടോക്കൺ ആണ്. അതിൽ കൂടുതൽ എനിക്ക് ഏൺ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു ടോക്കൺ പ്രൊമോഷൻ ആണ്. എന്റെ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ ടോക്കൺ വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വന്നിട്ടുള്ള എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. അപ്പോ ഞാൻ ഈ ഒരു കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ കുറെ ആൾക്കാർ ഇതിനകത്തുണ്ടാവും. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾ ഇതിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസരങ്ങള് ദൈവം നമുക്ക് കൊണ്ടുവരുന്നത്
ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കും. നമ്മളെ കമ്പനി അടിച്ച് സൗഹൃദം പങ്കിടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അപ്പുറം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സുഹൃത്ത് വലയങ്ങൾ ആ ഒരു കമ്പനി അടിച്ച് നടക്കുന്നതിന്റെ ഭാഗം മാത്രമായി കാണുന്നുണ്ടെങ്കിൽ, അതിനപ്പുറം നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്തുണ്ട്. ജംഷീർ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാൻ അവസരങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ വളരെ കുറവാണ്. ചിലപ്പോൾ ആ അവസരങ്ങൾ കിട്ടാൻ ഭാഗ്യമുള്ള ആളുകളും വളരെ കുറവാണ്. ആ അവസരം കിട്ടിയ ഭാഗ്യം കിട്ടിയ ആളുകളായിരിക്കാം ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ബിസിനസ് ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള കുറെ ആളുകൾ. മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, കാലഘട്ടം അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നും ആ പഴയ രീതിയിൽ തന്നെ നെറ്റ്വർക്ക് ചെയ്തു പോകുന്ന ഒരുപാട് കമ്പനികളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ മാറ്റം വരുത്തി ഇന്ന് വേൾഡിൽ തന്നെ എന്താ പറയാ, ഇത്രത്തോളം അട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻകം പ്ലാൻ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്കാണ് Coin4j മാറിക്കൊണ്ടിരിക്കുന്നത്. Coin4jന്റെ ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങുന്ന ആളുകൾ പോലും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം അധികം വരുമാനം കിട്ടിക്കൊണ്ട് ഈ പ്രൊജക്ടിനെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഈ പ്രൊജക്ടിനെ എങ്ങനെയാണ് റൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് മോർണിംഗിൽ ചർച്ച ചെയ്തത്. ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് പല രീതിയിലുമാണ് അഫിലിയേറ്റ് ചെയ്തിരുന്നത്. ഒരു അഫിലിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാതെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല രീതിയിലുമാണ്. ഇപ്പോ BTC മുതലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എപ്പോഴും ഒരു കറൻസിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മദർ കോയിൻ അടക്കമാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുക. BTC അടക്കം നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പല ആളുകൾക്കും റിവാർഡായിട്ട് കൊടുത്തിരുന്ന ഒരു കറൻസിയാണ്. ഇന്ന് Coin4jന്റെ ടോക്കനെ കുറിച്ച്, ഇന്ന് റിവാർഡായിട്ട് കൊടുക്കുന്ന ടോക്കനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ഇന്നത്തെ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് 0 വാല്യൂ ആണെന്ന് പറയുമ്പോൾ, ഈ 0 വാല്യൂ ഉള്ള കറൻസിക്ക് എന്ത് വാല്യൂ ആണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, ഒരു കാലഘട്ടത്തിൽ ഇന്ന് 65 ലക്ഷം രൂപയും 1.25 കോടി രൂപയുമായിട്ടുള്ള BTCയും 0 വാല്യൂയിൽ കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, റിവാർഡുകളായിട്ട് കിട്ടിയിരുന്ന. പിന്നീട് അത് 35 പൈസയിലേക്കും 2 രൂപയിലേക്കും 1000 രൂപയിലേക്കും 10,000 രൂപയിലേക്കും 1 ലക്ഷം രൂപയിലേക്കും 10 ലക്ഷം രൂപയിലേക്കും 1 കോടിയിലേക്കൊക്കെ എത്തിയപ്പോൾ അത് നോക്കിയിരിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നും 0 വാല്യൂ ഉണ്ടായിരുന്ന ഈ കറൻസിയെ ഇന്ന് വളരെ പുച്ഛത്തോടു കൂടെ ഇന്ന് Coin4jന്റെ ടോക്കനെ ആരെങ്കിലും അങ്ങനെ മാർക്കറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു കറൻസിക്ക് ഇത് ഇത്രത്തോളം വലിയ എന്താ പറയാ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ ശേഷം വന്നിട്ടുള്ള പല കറൻസികളും, എത്തേറിയം അടക്കം അല്ലെങ്കിൽ ട്രോൺ അടക്കം സൊലാന അടക്കം ഒരുപാട് ബാറ്റിക് അടക്കമുള്ള ഒരുപാട് കറൻസികൾ ഇന്ന് മാർക്കറ്റിൽ വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, ആ കറൻസിയുടെ ഒക്കെ തുടക്കങ്ങൾ അഫിലിയേറ്റ് ചെയ്തിരുന്നത് പല രീതികളിലായിട്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കൊടുത്തിരുന്നെങ്കിൽ, പിന്നീട് അതൊരു എയർഡ്രോപ്സ് വഴി കൊടുത്തിരുന്നെങ്കിൽ, പിന്നീട് അത് ടെലിഗ്രാം ലിങ്ക് വഴി പല രീതിയിലും കൊടുത്തിരുന്നെങ്കിൽ, ഇന്ന് ഏറ്റവും പുതിയ ടെക്നിക്കലായിട്ട് ഇന്ന് മനുഷ്യനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് തന്നെ Coin4jന്റെ ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Coin4jന്റെ ടോക്കൺ ഇന്ന് മാർക്കറ്റിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു എന്താ പറയാ സപ്ലൈ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, വലിയൊരു രീതിയിലേക്ക് അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന ഇൻകം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഇത്രയാണ്. കാരണം ഡെവലപ്പർ വളരെ ഒരു ചെറിയ പേയ്മെന്റ് മാത്രം ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റിവെച്ച് ബാക്കി 90% അല്ലെങ്കിൽ 80%ഓളം ഫണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരൊറ്റ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ അതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടോക്കണിലാണ്. അതായത് ഡെവലപ്പേഴ്സ് പോലും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ ടോക്കണിലാണെങ്കിൽ, ആ ടോക്കണിലാണ് നമ്മുടെ വിശ്വാസം, ആ ടോക്കണിലാണ് നമ്മുടെ ധൈര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ ട്രെൻഡായി നിൽക്കുന്ന 10 കോടി ജനങ്ങളോളം ക്രിപ്റ്റോ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്.
ഞാൻ ചോദിക്കുന്നത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 10 കോടി ജനങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം മീൻസ് ക്രിപ്റ്റോ മേഖലയെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് പല ആളുകളും നമ്മളോടൊക്കെ പേഴ്സണലി വിളിക്കാറുണ്ടായിരുന്നു, നിങ്ങളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളെ കോയിനൊക്കെ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടോന്ന്. കാരണം ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇപ്പോഴും കോയിൻ ഫോർജി എന്താണ് എന്ന് തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. കോയിൻ ഫോർജി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു രൂപ പോലും ലോസ് വരാതെ കൂടെ നിൽക്കുന്നവർക്ക് വലിയ രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കോയിൻ ഫോർജി. കാരണം കോയിൻ ഫോർജിൽ ഒരിക്കലും 1 ലക്ഷം രൂപ ഇട്ടിട്ടോ 2 ലക്ഷം രൂപ ഇട്ടിട്ടോ 5 ലക്ഷം രൂപ ഇട്ടിട്ടോ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരിക്കലും കാണരുത്. കോയിൻ ഫോർജി എന്ന് പറയുന്ന പ്രൊജക്ട് എത്രത്തോളം നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യുന്നു, എത്രത്തോളം ടീമിലേക്ക് നിങ്ങൾ ടോക്കൺ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു, അത്രത്തോളം വാരിക്കോരി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്നത് USDT എന്ന് പറയുന്ന ടോക്കണിലാണ് നമ്മൾ വരുമാനമായിട്ട് കിട്ടുന്നത്. ഒരിക്കലും അത് INR അല്ല. അത് INR-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ USDT എന്ന് പറയുന്ന ഒരു കറൻസിയിലാണ് നമുക്ക് വരുമാനമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ്. അതായത് വേൾഡ് വൈഡ് അംഗീകരിക്കുന്ന ഒരു കറൻസിയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതും നമ്മൾ ഇതിന്റെ ഐഡി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഒക്കെ. ഇവിടെ ടോക്കൺ പോക്കറ്റ് പോലുള്ള, മെറ്റാമാസ്ക് പോലുള്ള, ട്രസ്റ്റ് വാലറ്റ് പോലുള്ള ഒരു പബ്ലിക് വാലറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ചാലുവാക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ഓരോ വരുമാനവും ആ വിത്തിൻ സെക്കൻഡിൽ ഈ പബ്ലിക് വാലറ്റുകളിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ അതിനെ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അതിനെ സമയം നിർണ്ണയിക്കാനോ ഒരു ബോസോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയോ കൺട്രോൾ ചെയ്യുന്നില്ല. ഇവിടെ പുള്ളി ഓട്ടോമാറ്റിക്, നമുക്കറിയാം അത് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ്. സത്യത്തിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നോ, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നോ, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോന്റെ സാധ്യത എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്. കാരണം ഇവിടെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ കൂടെ നിങ്ങളും കൂടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ പല കൺസെപ്റ്റുകളിൽ നിന്നും വലിയ ഒഴുക്കുകൾ കോയിൻ ഫോർജിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പാനിക്കാണ്. ടോട്ടലി മറ്റുള്ള കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ബേസ് ആയിട്ടുള്ള പല കമ്പനികളും ഇന്ന് പാനിക്കാണ്. അവർ പാനിക് ആയിക്കൊണ്ട് തന്നെ പല ടെസ്റ്റ് മെസ്സേജുകൾ അടക്കം ഇന്നിപ്പം പടച്ചുയർത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം വേറെ സ്ഥലത്ത് ഒരു BOPക്ക് പങ്കെടുത്തപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് ഒരു ടെസ്റ്റ് മെസ്സേജ്. ആ ടെസ്റ്റ് മെസ്സേജിനകത്ത് പറയുകയാണ്, മോറിസ് കോയിൻ പോലെ അടുത്തൊരു തട്ടിപ്പ്. ഞാൻ ചോദിക്കുന്നു, മോറിസ് കോയിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാറുള്ളതാണ്. മോറിസ് കോയിൻ പോലെ പല തട്ടിപ്പുകളും മാർക്കറ്റിൽ വന്നതുകൊണ്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്ന ആളുകളോടാണ് പറയുന്നത്, മോറിസ് കോയിൻ പോലുള്ള ഒരു തട്ടിപ്പ്. മോറിസ് കോയിൻ പക്ക ഒരു ഫേക്ക് കറൻസിയുടെ പേര് പറഞ്ഞ് ഒരുപാട് ആളുകളെ കാശ് പറ്റിച്ചു എന്നുള്ളത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കോയിൻ ഫോർജി ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊരു മോറിസ് കോയിനെ കുറിച്ച് മാത്രമാണ് അറിയെങ്കിൽ പല ക്രിപ്റ്റോന്റെ മറവിലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ പല തട്ടിപ്പുകൾ നടന്നു വെച്ചിട്ട് എല്ലാ ക്രിപ്റ്റോ കറൻസിയും തട്ടിപ്പല്ല. ഇനി കോയിൻ ഫോർജിന്റെ പേരിൽ വ്യക്തിപരമായിട്ട് ആരെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ കോയിൻ ഫോർജി മോശക്കാരാവും, അല്ലെങ്കിൽ കോയിൻ ഫോർജി എന്ന് പറയുന്ന പ്രൊജക്ട് മോശമാവും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രൊജക്ടിന്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ, പ്രൊജക്ടിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് തോരാതെ എല്ലാവരും പറയുന്ന ഒരൊറ്റ കറൻസിയാണ് BTC. പക്ഷെ ഈ BTCയെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം 2010-ലും 2011-ലും 2012-ലൊക്കെ ചെറിയ പൈസക്ക് അത് നമുക്ക് വാങ്ങാമായിരുന്നു എന്ന്. പക്ഷെ എന്തുകൊണ്ടത് വാങ്ങിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരാണ് എല്ലാവരും പറയാ, അത് അറിയാത്തത് കൊണ്ടാണെന്ന്. പക്ഷെ പച്ചക്കളവാണ് എന്ന് നമുക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. ഒരു കാരണവശാലും അറിയാത്തതിന്റെ പേരിലല്ല, ട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമാണ് നമുക്കതിന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ആർക്കാ 2010-ൽ 2 രൂപയും 1000 രൂപയും 500 രൂപയും ഉണ്ടായിരുന്ന BTCക്ക് ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ അത് 1 കോടി രൂപയിലേക്ക് എത്തുമെന്ന് അറിയോ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ പറ്റിയിട്ടുള്ളത്? അന്ന് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജ്യേഷ്ഠനോ അനിയനോ എളാപ്പയോ മൂത്താപ്പയോ ചെറിയച്ഛനോ വലിയച്ഛനോ അങ്ങനെയുള്ള ആളുകൾ നമ്മളോട് പറയുകയാണെങ്കിൽ 100% നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. അവിടെയാണ് ട്രസ്റ്റ്, അവിടെയാണ് നമ്മൾ പറയുന്ന വിശ്വാസം.
നമുക്കുണ്ടാവുന്ന വിശ്വാസക്കുറവിന്റെ പേരിൽ നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റാത്തത് അറിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്നതിന് പകരം അത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് Coin4G നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ടോക്കനും അത് ട്രസ്റ്റോട് കൂടെ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ കഴിയുകയാണെങ്കിൽ നാളുകളിലെ നിങ്ങളുടെ വലിയൊരു അസറ്റായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ പറയുന്നത് നാളെ നിങ്ങൾക്ക് BTC പോലെ ചിലപ്പോൾ 1 കോടി രൂപയിലേക്കൊന്നും എത്തിയെന്ന് വരൂല, അല്ലെങ്കിൽ എത്തേറിയം പോലെ ചിലപ്പോൾ 2 ലക്ഷം രൂപയിലേക്കോ 3 ലക്ഷം രൂപയിലേക്കോ എത്തിയെന്ന് വരൂല, അല്ലെങ്കിൽ സൊലാന പോലെ ഒറ്റയടിക്ക് $100 $140 $200 എത്തിയെന്ന് വരൂല. പക്ഷെ എങ്കിലും അതൊരു $10 എത്തിയാൽ പോലും നമ്മൾ മുടക്കുന്ന ഫണ്ടിന്റെ എത്രയോ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്ന ലോകത്തിലെ ഒരു നമ്പർ 1 പ്രൊജക്റ്റ് ആണ് Coin4G എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ChatGPT അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റുമ്പോൾ ഇന്നും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നു Coin4G എന്ന് പറയുന്ന പ്രൊജക്ട് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ വെരിഫൈഡ് ആയിട്ട് നടക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ പല സമയത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതാണോ എന്ന് ചെക്ക് ചെയ്യാത്തതിന്റെ പേരിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉത്തരവാദിത്വവും Coin4G ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷെ Coin4G എന്ന് പറയുന്ന പ്രൊജക്ട് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളോടും നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. ഞങ്ങൾ എപ്പോഴും BOPകളും പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്തു പറയാറുണ്ട്, ആരും നിർബന്ധിച്ച് ബിസിനസ്സിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല. പക്ഷെ ബിസിനസ്സിനെ മനസ്സിലാക്കി പഠിച്ചു വരുന്ന ആളുകൾ വലിയ രീതിയിലേക്കുള്ള ബിസിനസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പു തരാൻ കഴിയും, കാരണം ഇതിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കുന്ന, കൃത്യമായിട്ട് വരുമാനങ്ങൾ കിട്ടുന്ന വലിയൊരു പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ കഴിയും. ഈ പ്രൊജക്ടിനെ കുറിച്ച് സ്റ്റാർട്ടിങ്ങിൽ ഇവരെ മാഡം ഇതിന്റെ പ്ലാനിന്റെ സ്റ്റാർട്ടപ്പ് പറഞ്ഞു തന്നെ നമുക്ക് $15 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് $3090 വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. $15 എന്ന് പറയുമ്പോൾ $15 ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 7.5 ടോക്കനാണ് കിട്ടുന്നതെങ്കിൽ 11.5 ടോക്കൺ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഒറ്റ വ്യക്തിയെ നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഒരു വ്യക്തിയെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ ബിസിനസ് പാർട്ണറായിട്ട് കയറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 12 USDT ആണ്. 12 USDT എന്ന് പറയുമ്പോൾ USDTയുടെ ഒരു സ്റ്റേബിൾ കറൻസി ആണെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 99 രൂപയിൽ നിന്നും 97 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. 97, 98, 99, അത് 92, 90 വരെയൊക്കെ വരാറുണ്ട്. അത് പിന്നെ എന്താ പറയാ, നമ്മുടെ മാർക്കറ്റിലുള്ള കറൻസിയുടെ റേറ്റിനനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻറ്റുകൾ വരാറുണ്ട്. കറൻസികളുടെ റേറ്റ് വളരെ താഴെ പോകുന്ന സമയത്ത് USDTയുടെ റേറ്റ് സ്വല്പം ഹൈപ്പാവാറുണ്ട്. അതുപോലെ തന്നെ കറൻസികളുടെ റേറ്റ് ഇന്ന് BTC അടക്കമുള്ള കറൻസിയുടെ റേറ്റ് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് USDTയുടെ റേറ്റ് താഴെ വരാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്ന ആ ഒരു ചെറിയ ഡിഫറൻറ്റ് ഒഴിച്ച് വലിയ രീതിയിലേക്ക് ഏർണിങ്സ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ഓരോ USDTകളും ആ വിത്തിൻ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പോലും നമുക്കത് സെല് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് INR ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ സ്വന്തമായിട്ട് അതിനെ മാറിയെടുക്കണമെങ്കിൽ ബിനാൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ബിനാൻസ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ടീം ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വലിയ രീതിയിലേക്കുള്ള പ്രോഗ്രാമുകളൊക്കെ തരുന്നുണ്ട്. വർക്ക്ഷോപ്പ് അടക്കമുള്ള BOP അടക്കമുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് Coin4Gന്റെ എല്ലാ പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ വളരെ ചെറിയ സമയം കൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല. പക്ഷെ വേറൊരു കാര്യം ഉറപ്പുണ്ട്, 100% കൂടെ നിൽക്കുന്നവർക്ക് സേഫ് ആയിട്ട് വലിയ രീതിയിലേക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ ദൈവമാണോ ഇതിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണോ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്, അതല്ല നിങ്ങളുടെ കുട്ടികളുടെ ഭാഗ്യത്തിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്, ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. കാരണം ഒരുപാട് വർഷങ്ങൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും, പല സ്ഥലത്തും ജോലി ചെയ്തിട്ടാണെങ്കിലും, പല രീതിയിലും കഷ്ടപ്പെട്ടിട്ടുള്ളതാണെങ്കിലും, പല പ്രവാസ ലോകത്ത് പോയിട്ട് വർഷങ്ങളോളം ജോലിയെടുത്ത് രക്ഷപ്പെടാൻ പറ്റാതെ അന്ന് ആ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചു പോയി എന്നുള്ളതല്ലാതെ വേറെ ഒരു ഡ്രീമും
ഒരു സ്വപ്നവും നമുക്ക് നടത്തി പോകാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഈ ഒരു അവസരത്തെ നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളുടെ ആ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ വിളിച്ചിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവരെ വിശ്വസിച്ച് അവരെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീമുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് 5ഉം 5.5യും 6ഉം വർഷത്തോളമായിട്ട് കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. തുടക്കം മുതലേ അവസാനം വരെ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഏണിങ്സും അവരെ കൂടെ അവരെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള വരുമാനങ്ങളും വാങ്ങിക്കൊടുത്തുകൊണ്ട് വലിയൊരു എന്താ പറയാ സന്തോഷത്തോടു കൂടി പോകുന്ന വലിയ ഒരു ഫാമിലിയാണ് Coin4G എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. എന്തായാലും കൂടെ നിന്നിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഞാൻ എടുത്തു പറയുന്നതാണ്, ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ Coin4G എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിന്റെ ഒരുപാട് ടോക്കനുകൾ റിവാർഡായി വാങ്ങിയിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റഫറൽ കമ്മീഷൻ ആയാലും ലെവൽ കമ്മീഷൻ ആയാലും ആ വിത്തിൻ സെക്കൻഡിൽ എത്ര രൂപ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപ ആ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ വിത്തിൻ സെക്കൻഡിൽ വിഡ്രോ ചെയ്തെടുത്ത് വലിയ രീതിയിലേക്കുള്ള വരുമാനങ്ങൾ വാങ്ങി നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ അവസരത്തെ വലിയ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലേക്കുള്ള വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.